നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി ഇറാനുമായി ചർച്ചകൾ നടത്തുന്നു എന്നുള്ള അമേരിക്കൻ വാദത്തെ തള്ളുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഓയിൽ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് നൽകിയ ഫേക്ക് ന്യൂസാണ് ഇതൊക്കെ എന്നാണ് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസിൽ വ്യക്തമാകുന്നത്. കൂടാതെ ഇസ്രായേൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള മിസൈൽ ആക്രമണം ഇറാൻ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിനെ തുടർന്ന് ഇന്ന് അമേരിക്കൻ മാർക്കറ്റ് ഏറെക്കുറെ ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ക്രൂഡിൻ്റെ വിലയിൽ വർധനവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വില $100 നിന്നും $103 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. അമേരിക്കയുടെ ഈ അവകാശവാദങ്ങളെയൊക്കെ ഇറാൻ പൂർണ്ണമായും തള്ളി എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റ് തന്നെയാണ്. കൂടാതെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അമേരിക്കയുമായി ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഇറാന് അമേരിക്ക 48 മണിക്കൂറത്തെ സമയപരിധി നൽകിയിരുന്നു. ഇപ്പോൾ ഈ സമയപരിധിയും അമേരിക്ക എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ബേസിക് അല്ലെങ്കിൽ ഇറാൻ്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളിലോ പവർ പ്ലാന്റുകളിലോ അടുത്ത 5 ദിവസത്തേക്ക് അമേരിക്ക ആക്രമണം നടത്തില്ല എന്നുള്ള അപ്ഡേറ്റും വന്നിട്ടുണ്ട്. അമേരിക്ക ആക്രമണം നടത്തില്ല, എന്നാൽ ഇസ്രായേൽ ആക്രമണം തുടരും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും വരികയും ചെയ്തു. ഇന്നും ഇറാൻ ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും എതിരെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഈ ഡേറ്റകളെല്ലാം സൂചിപ്പിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ കണ്ടീഷൻ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. ക്രൂഡിൻ്റെ വില $103 പെർ ബാരലിൽ നിന്നും $104 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. ക്രൂഡിൻ്റെ വില ഉയരുന്നത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾക്കൊരു റിക്കവറിയും കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ വന്ന ഹെവി സെൽ ഓഫിന് ശേഷം ഉള്ള ഒരു ബൈയിങ് അല്ലെങ്കിൽ ഷോർട്ട് കവറിംഗ് ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 23,000-അടുത്ത് ക്ലോസിംഗ് നൽകുകയും നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് സോണിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. വരും സമയങ്ങളിലും 22,400-നും 23,500-നും ഇടയിലുള്ള മൂവ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാമെന്നുള്ള സൂചനയാണ് ഇന്ന് മാർക്കറ്റിൽ വന്ന റിക്കവറിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാരം പുനരാരംഭിക്കുന്നതിനു വേണ്ടി അമേരിക്ക ഇറാന് നൽകിയ സമയപരിധി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തത് അമേരിക്ക എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ ഇറാൻ്റെ തന്നെ ചില സുപ്രീം ലീഡേഴ്സുമായി അമേരിക്ക ചർച്ചയും നെഗോഷിയേഷനും നടത്തുന്നുണ്ട്. ഇതെല്ലാം ഈ വാർ എത്രയും പെട്ടെന്ന് അവസാനിക്കും അല്ലെങ്കിൽ വാറുമായി ബന്ധപ്പെട്ട അൺവൈൻഡ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള സൂചന കൂടിയാണ് നൽകുന്നത്. ഇന്ന് ഓയിൽ മാർക്കറ്റിംഗ് സ്റ്റോക്കുകൾ, പ്രൈവറ്റ് ബാങ്ക്, NBFC, ഓട്ടോ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ ബൈയിങ് മൊമെൻറ്റവും നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഷോർട്ട് കവറിംഗ് മൂലമാണെങ്കിലും മാർക്കറ്റിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്ന പല സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റർ ബൈയിങ് നടത്തുകയും ചെയ്യുന്നു. ഏഷ്യൻ പെയിൻറ്റ് പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് ശക്തമായ ബൈയിങ് മൊമെൻറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ പ്രമുഖ ബ്രോക്കേജ് ഫിമായ AMK ഗ്ലോബൽ ബീറ്റ് ഡൗൺ ആയിരിക്കുന്ന ചില സ്റ്റോക്കുകളെ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അക്കുമുലേറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെ ഈ വാറിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ 15 മുതൽ 20% ഡിസ്കൗണ്ടിൽ ലഭിക്കുകയാണ്. ഇങ്ങനെ AMK ഗ്ലോബൽസ് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ സ്റ്റോക്ക് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളാണ്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ മാർജിനൽ പ്രഷർ മൂലം വളരെയധികം ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. അതുകൊണ്ട് ഓയിൽ മാർക്കറ്റിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെ പരിഗണിക്കാമെന്ന് AMK ഗ്ലോബൽ പറയുന്നുണ്ട്. രണ്ടാമത്തേത് L&Tക്ക് മിഡിൽ ഈസ്റ്റിൽ സിഗ്നിഫിക്കൻ്റ് എക്സ്പോസർ ഉണ്ട്. വാർ മൂലം L&T എന്ന സ്റ്റോക്ക് 22%-ഓളം ഇടിയുകയും ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഒരു ബീറ്റ് ഡൗൺ ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് എന്ന നിലയിൽ L&T എന്ന സ്റ്റോക്കിനെ 20% റിട്ടേൺ പോയിൻ്റ് ഓഫ് വ്യൂ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. HDFC ബാങ്ക് 16%-ഓളം ഇടിയുകയും ലോങ് ടൈം പ്രൈസ് ടു ബുക്ക് വാല്യൂവിൻ്റെ താഴെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് HDFC ബാങ്കിനെയും അക്കുമുലേറ്റ് ചെയ്യാം. ബജാജ് ഫിനാൻസും 16%-ഓളം ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ബജാജ് ഫിനാൻസിനെയും ഒരു ബീറ്റ് ഡൗൺ സ്റ്റോക്ക് എന്ന നിലയിൽ അക്കുമുലേറ്റ് ചെയ്യാമെന്നാണ് AMK ഗ്ലോബൽ പറയുന്നത്. ഫിനാൻസ് സെക്ടറിലെ ശ്രീരാം ഫിനാൻസ് 19%-ഓളം ഇടിയുകയും ഓവർ സോൾഡ് സോണിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഫ്യൂൽ പ്രൈസിലുണ്ടായ ഹൈക്ക് മൂലം ഇൻഡിഗോ ഏവിയേഷനും 18%-ഓളം ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഇൻഡിഗോ ഏവിയേഷനിലും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. അശോക് ലൈലാൻഡ് എന്ന സ്റ്റോക്ക്
അതിൻ്റെ റീസെൻറ്റ് ഹൈയിൽ നിന്നും 23% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ഡീസൽ പ്രൈസിലുണ്ടായിരിക്കുന്ന വർധനവും കൂടാതെ ഓട്ടോമൊബൈൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കൺസേൺ മൂലമാണ് അശോക് ലേലാൻഡ് 23%-നടുത്ത് ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ മാർക്കറ്റിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ONGC, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് AMG ഗ്ലോബൽ റെക്കമെൻഡ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്